ഇവിടുന്ന് ഇനി വില്ലോയിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനിലേക്കാണ് ഇത് കയറ്റാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി എന്ത് സംരംഭം തുടങ്ങാം എന്നതിനെ കുറിച്ചിട്ടാണ്. ROVER യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെറുതും വലുതുമായ ഒത്തിരി സംരംഭങ്ങളുടെ വീഡിയോകളാണ് കേട്ടോ. ഇപ്പോഴും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് വെച്ചേക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനും കൂടി സഹായിക്കണേ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് കയറുണ്ടാക്കുന്നത്. അതുണ്ടാക്കിയത് കണ്ടിട്ട് കുറേ ആളുകൾ അതിനെ കുറേ രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് അല്ലേ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ചകിരിനെ കൊണ്ട് കയറുണ്ടാക്കുന്നത് ഒന്ന് ചെയ്തിട്ട് ഈ ഒരു ചാനലിൽ ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് എടക്കടവ് കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെ ഈ ഒരു സിസ്റ്റം ചെയ്യുന്നുണ്ടെന്നാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ഏത് രീതിയിലാണ് ഒരു കയറായിട്ട് വരുന്നത്, കാരണം ചകിരിയാണല്ലോ, ആ ചകിരിയെ പിരിച്ചിട്ട് എങ്ങനെ അത് കയറായിട്ട് വരുന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ ബണ്ടിലായിട്ടാണ് ഇവിടെ ചകിരി വരുന്നത്. ഈ വന്ന ചകിരിയെ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തൊണ്ട് തല്ലി നാരാക്കിയിട്ടുള്ള ചകിരിയാക്കിയിട്ടുള്ള ചകിരി ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിടും. തലേദിവസം ഒന്ന് നനച്ചിട്ടതിന് ശേഷം ഇവിടുന്ന് ഇനി വില്ലോയിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനിലേക്കാണ് ഇത് കയറ്റാൻ വേണ്ടി പോകുന്നത്. വില്ലോയിങ് മെഷീൻ. ഈ വില്ലോയിങ് മെഷീനിലേക്ക് കയറ്റുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവും. ആ വേസ്റ്റിനൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില്ലോയിങ് മെഷീനിലേക്ക് ഇത് കയറ്റാൻ പോകുന്നത്. ഈ ചകിരിയെ അതിൻ്റെ വേസ്റ്റൊക്കെ കളയുന്നത് കേട്ടോ. വേസ്റ്റ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങ് പുറത്തേക്ക് വരും, ഈ ഭാഗത്തേക്ക് വരും. വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ, നല്ല ചകിരികൾ ഈ പറഞ്ഞ പോലെ അവിടെ വന്നിട്ട് നിൽക്കും. ഈ വന്ന് നിൽക്കുന്നതൊക്കെ യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. വേസ്റ്റ് ശരിക്കും പുറത്തേക്ക് തെറിച്ച് വരുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങൾ, അത് നേരിയ ഒരു നൈസായിട്ടുള്ള കാര്യങ്ങളാണ്. നല്ല ചകിരിയാണ് ഈ കിടക്കുന്ന ഇവിടെ വന്നിരിങ്ങനെ നിൽക്കുന്നത്. ഇതാണ് പിന്നെ എടുത്തിട്ട് ഇതിനെ പിരിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു മെഷീനിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് കാണാം ഇനി എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. ഇത് ഇവിടെ എന്തൊക്കെ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വിനീതേശി നമ്മൾ കൂടെ ഉണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കാം. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? നമ്മൾ അവിടുന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോയതിന് ശേഷം ക്ലീൻ ചെയ്ത ചകിരി ഇവിടെ ഫീഡിങ്ങിന്റെ പാർട്ടാണ് ഇത്. ഈ മെഷീന്റെ ഫീഡിങ് പാർട്ടാണ് ഇത്. ഇതിലേക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ കട്ട് വേസ്റ്റ് ഒക്കെ താഴേക്ക് പോകും. അവിടെ നമ്മൾ കൺവെയർ, ഇതാണ് ഫീഡിങ് കൺവെയർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഈ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ചൂടിയുടെ കനം നിർണ്ണയിക്കുന്നത്. അപ്പോൾ കനത്തിന് ചൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ചകിരി ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള ചൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഓരോ കയറിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്ന ചകിരിയുടെ ഫീഡിങ്ങിൻ്റെ ലെവലിനനുസരിച്ചാണ് നേരിയ കയറ്, തടിച്ച കയറ്, പലതരത്തിലുള്ള കയറ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഫീഡ് ചെയ്യുന്നത് നല്ല വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉൽപാദനം ക്രമമായിട്ട് കിട്ടും. ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ ഫീഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് പിന്നെ എവിടത്തേക്ക് പിന്നെ പോകുന്നത്? അതിനുശേഷം ഇത് കോമ്പിംഗ് ഡ്രം 1 എന്ന് പറയും. അതായത് ഈ ഫീഡ് ചെയ്തിരിക്കുന്ന ചകിരി ഈ ഡ്രമ്മിന്റെ ഉള്ളിൽ വന്നിട്ട് കറങ്ങിയിട്ടാണ് അടുത്ത ഡ്രം 2ലേക്ക് പോകുന്നത്. അത് അവിടുന്ന് പിന്നെ നേരെ ഇവിടത്തേക്ക് വരുന്നുണ്ടല്ലേ? ഇവിടെ ആ സെറ്റ് ചെയ്ത പോലെ തന്നെ കാണുന്നുണ്ടല്ലേ? സെറ്റ് ചെയ്തത് ചകിരി വന്നിട്ട് അടുത്ത കൺവെയർ ബെൽറ്റിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് തിരിഞ്ഞ് ഈ റോളറിലൂടെ അടുത്ത ഫീഡിങ് ഇതിലേക്ക് വരുന്നുണ്ട്, കോമ്പിംഗ് ഡ്രമ്മിലേക്ക്. ഈ കോമ്പിംഗ് ഡ്രമ്മിൽ നിന്ന് കറങ്ങി കോമ്പിംഗ് ഡ്രം 2 ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നതാണ് ഇതിലേക്ക് ഫൈബർ വീണ് കൊണ്ടിരുന്നാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ടൈപ്പിന്റെ ചെറിയ നൂലുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു നൂല് വരുന്നുണ്ട്. അതിന് ഈ 4 നൂല് ഇതിന് മസ്റ്റാണ്.
ഈ മെഷീൻ ചകിരിനെക്കാട്ടിയും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് ഈ നൂല്. അപ്പൊ നൂല് ഇതിലാ വരുന്നത് അല്ലേ? ഇതിലെ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്, ഇതിലേക്ക് വന്നിട്ട് ഈ പ്ലെയിലേക്ക് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിവിടെ നേരെ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണ് നൂലിലാണ് ഈ ഫൈബർ ഈ ചകിരി കയറി പിടിക്കുന്നത്. അത് ഈ നോസിലിന്റെ കറക്കത്തിനനുസരിച്ച് ഇത് പുറത്തേക്ക് വരും. ഓക്കെ. ഇവിടുന്ന് പിന്നെ നേരെ ഇവിടത്തേക്ക് വരും ഇതിന്റെ ഉള്ളിലൂടെ. ഈ നോസിലിൽ കൂടെ പുറത്തേക്ക് വരും. ഇത് രണ്ട് ഇതായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെയുള്ള ഈ എന്താണ് പറയാ ഗിയറിന്റെ സഹായത്താല് ഇത് ഇവിടുന്ന് ട്വിസ്റ്റാണ്. ഓക്കെ. അത് അവിടുന്ന് പിരിയുന്നുണ്ട് അല്ലെ? പിന്നെ ഇവിടുന്ന് സിംഗിൾ ആയിട്ട് വന്നിട്ട് ഇത് ഇവിടത്തേക്ക് വന്നിട്ട് ഇവിടെ പിരിയുന്നുണ്ട്. ഡബ്ലിംഗ്. അങ്ങനെ ട്വിസ്റ്റ് ആയതിനു ശേഷം ഇവിടെ ഒരു പിന്നെ ബെയറിംഗ് ഉണ്ട്. ഓക്കെ. ഈ ബെയറിംഗിന് ഇത് രണ്ടും ബോബിൻ എന്ന് പറയാം. ബോബിൻ അതായത് നമ്മളെ കയറ് വന്ന് ചുറ്റി നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് കയർ, ഇത് മൊത്തം ഇപ്പൊ കയറായി മാറി അല്ലേ? കയറായി മാറി. ഓക്കെ. അപ്പൊ ഇതിപ്പോ വൈക്കം കയറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈക്കം ഓരോന്നിനും ഓരോ പേരുണ്ട്. മങ്ങാടൻ കയറ്, കണ്ണൂർ സ്പെഷ്യല്, അങ്ങനെ പല ടൈപ്പുള്ള കയറുണ്ട്. അവിടെ ചുറ്റി വെച്ചിട്ടുള്ള ആ ഒരു കയറിനെ നമ്മൾ കണ്ടില്ല ലാസ്റ്റ് അവിടെ ഒരു ഔട്ട്പുട്ടായിട്ട് വന്ന സംഭവം. ഇതാണ് ആ സംഭവം, ബോബിൻ. ഇതിലേക്ക് ചുറ്റി വന്നിട്ടുള്ളതിനെ ഇനി ഇവിടെ വൈൻഡ് ചെയ്യുക എന്നുള്ള പരിപാടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം വൈൻഡിങ് മെഷീനിൽ വെച്ചിട്ട് ഇതിനെ വൈൻഡ് ചെയ്തിട്ട് ഓരോ കെട്ടായിട്ട് മാറ്റി. ഏകദേശം ഒരു 3 കിലോയുടെ ഒരു കെട്ടായിട്ട് മാറ്റിയിട്ട് അതിനെ ഒരു വലിയൊരു ബണ്ടിലാക്കിയിട്ട് മാറ്റും. അതൊരു 3 കിലോൻ്റെ 5 എണ്ണം വെച്ചിട്ട് 15 കിലോ ആക്കിയിട്ട് അതിനെ ഒരു ബണ്ടിലാക്കിയിട്ട് മാറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഈ ഒരു ബണ്ടിലിനകത്ത് ഒരു 5 എണ്ണം ഉണ്ടാവും. ഇതേപോലെ വൈൻഡ് ചെയ്തെടുത്ത് 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഒരു 15 കിലോ ഉണ്ടാവും. ഇത് ഈ 15 കിലോ ആക്കിയിട്ടാണ് ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ എങ്ങനെയാണ് ഒരു ചകിരിയെ കയറാക്കി എടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. പണ്ട് കാലങ്ങളിൽ ഇതിനെ കൈകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ മെഷീൻ വെച്ചിട്ടാണ്, മെഷീനറി വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു വന്നിട്ടിരിക്കുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇവിടെ വെച്ച് ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.